കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ക്രൗഡ് പുള്ളർ, കേരള രാഷ്ട്രീയത്തിലെ പവർ ഹൗസ്. അനന്തപുരി പിടിക്കാൻ കോൺഗ്രസ് നിയോഗിച്ചത് ഈ ചാണക്യ തന്ത്രജ്ഞനെയാണ്. ആരാണെന്നല്ലേ? കേരള രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യൻ, മാളയുടെ മാണിക്യം, സാക്ഷാൽ ലീഡർ കെ കരുണാകരന്റെ ഓമനപുത്രൻ കെ മുരളീധരനെ. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം തിരിച്ചുപിടിക്കാൻ കോൺഗ്രസ് ചരിത്ര നിയോഗം ഇത്തവണ ഏൽപ്പിച്ചിരിക്കുന്നത് കെ മുരളീധരനെയാണ്. കഴിഞ്ഞ തവണ കേവലം 10 സീറ്റിലേക്ക് ഒതുങ്ങിയ കോൺഗ്രസിന് ഇത്തവണ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ജീവൻ മരണ പോരാട്ടമാണ്. വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ 102 ഡിവിഷനുകളിലും കൃത്യമായ ഹോംവർക്കുകൾ ചെയ്താണ് കോർപ്പറേഷൻ ഭരണം പിടികൂടാനുള്ള അല്ലെങ്കിൽ പിടിച്ചെടുക്കാനുള്ള ഉത്തരവാദിത്തം നിറവേറ്റാൻ കെ മുരളീധരൻ അണിയറയിൽ പദ്ധതി തയ്യാറാക്കുന്നത്. പുറത്തു വന്ന വാർത്തകൾ കോൺഗ്രസിന്റെ തിരുവനന്തപുരത്തെ ഗ്ലാമർ മുഖങ്ങളെ ഇത്തവണ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് കോൺഗ്രസ് ഇറക്കുകയാണ്. ഒന്ന്, കേൾക്കുന്ന പേര് മുൻ മന്ത്രി VS ശിവകുമാർ. 2, മുൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് KS ശബരിനാഥൻ. ഈ 2 പേരുടെ പേരുകൾ ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞു. അണിയറയിൽ കൂടുതൽ ഗ്ലാമർ താരങ്ങളെ കോൺഗ്രസ് ഒരുക്കി വെച്ചിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. വമ്പൻ പ്രഖ്യാപനം വരും ദിവസങ്ങളിൽ കോൺഗ്രസ് നടത്താൻ പോവുകയാണ്. ഏകദേശം എല്ലാ വാർഡുകളിലെയും സ്ഥാനാർത്ഥികളുടെ ഒരു ചിത്രം കോൺഗ്രസ് തീരുമാനിച്ചു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച 24 മണിക്കൂറിനകം തിരുവനന്തപുരം നഗരസഭയിലെ 102 ഡിവിഷനുകളിൽ കോൺഗ്രസ് മത്സരിക്കുന്ന മുഴുവൻ സീറ്റുകളിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള ധാരണയായി കഴിഞ്ഞു. വമ്പൻ പ്രഖ്യാപനങ്ങൾ. കോൺഗ്രസ് അതിന്റെ പ്രതാപകാലത്തേക്ക് ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ തിരുവനന്തപുരത്ത് മടങ്ങി വരികയാണ്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ 102 വാർഡുകളിലും കെ മുരളീധരന്റെ നേതൃത്വത്തിലുള്ള യാത്ര ആരംഭിക്കുകയാണ്. ആ യാത്ര വലിയൊരു വിജയമാക്കാനുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു കഴിഞ്ഞു. KPCCയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന തിരുവനന്തപുരം ഇത്തവണ കോൺഗ്രസിനെ തിരിച്ചു പിടിക്കുക എന്നത് ജീവൻ മരണ പോരാട്ടമാണ്. ഒരു ഭാഗത്ത് BJP, മറുഭാഗത്ത് CPM. കൃത്യമായ ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരം നഗരസഭയിൽ ഭരണത്തിൽ കുറഞ്ഞൊന്നും കോൺഗ്രസ് ചിന്തിക്കുന്നില്ല. കഴിഞ്ഞ തവണ 10 സീറ്റായിരുന്നു കോൺഗ്രസിന് ഉണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണ 10ൽ നിന്ന് അത് കേവല ഭൂരിപക്ഷം കടക്കാനുള്ള സീറ്റിലേക്ക് മാന്ത്രിക സംഖ്യ എത്തിപ്പിടിക്കാൻ കോൺഗ്രസ് അഹോരാത്രം പ്രവർത്തിക്കുകയാണ്. വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ എണ്ണയിട്ട യന്ത്രം കണക്കെ ചിട്ടയായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ചിട്ടയായ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് വാർഡ് കമ്മിറ്റികൾ കോൺഗ്രസിന് ഒരു ഉയർത്തെഴുന്നേൽപ്പ് തിരുവനന്തപുരത്ത് നിന്നുണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. തിരുവനന്തപുരം നഗരസഭ പിടിച്ചാൽ സംശയം വേണ്ട, തിരുവനന്തപുരം ജില്ലയിലെ ഭൂരിഭാഗം നിയമസഭാ സീറ്റുകളും സ്വന്തം അക്കൗണ്ടിലേക്ക് എത്തിക്കാൻ കോൺഗ്രസിന് കഴിയുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ കെ മുരളീധരന്റെ നേതൃത്വത്തിൽ രാഷ്ട്രീയ തന്ത്രം അറിയുന്ന ചാണക്യൻ കെ കരുണാകരന്റെ പുത്രൻ കെ മുരളീധരൻ ആ ദൗത്യം ഭംഗിയായി പൂർത്തീകരിക്കുമെന്നാണ് കോൺഗ്രസ് നേതാക്കന്മാരും പ്രവർത്തകരും സ്വപ്നം കാണുന്നത്. ആ സ്വപ്നം കാണൽ വെറുതെയാവില്ല. ആ സ്വപ്നം യാഥാർത്ഥ്യമാകും. ആ സ്വപ്നം സഫലീകരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം തിരുവനന്തപുരം അനന്തപത്മനാഭന്റെ മണ്ണ്. അനന്തപത്മനാഭന്റെ മണ്ണിൽ കോൺഗ്രസിന്റെ ചർക്കാങ്കിത ത്രിവർണ പതാക താഴ്ത്തിക്കെട്ടാൻ BJPയും CPMഉം ഒന്നിച്ച് ഒറ്റക്കെട്ടായി പ്രവർത്തനം നടത്തിയാലും അതിത്തവണ അനുവദിച്ചു തരാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും കോൺഗ്രസിന്റെയും എല്ലാം പ്രവർത്തകന്മാർ ബൂത്ത് തലത്തിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവ് പകലാക്കി വോട്ടർ പട്ടിക കൃത്യമായി പഠിച്ച് തള്ളിക്കാനുള്ള വോട്ടുകൾ തള്ളിച്ച് കൂട്ടിച്ചേർക്കാനുള്ളവ കൂട്ടിച്ചേർത്ത് പുതുതായി ചേർക്കാനുള്ള വോട്ടുകൾ ചേർത്ത് എല്ലാ തരത്തിലും തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിക്കഴിഞ്ഞു കോൺഗ്രസ്. ഇനി തെരഞ്ഞെടുപ്പിന്റെ കാഹളം മുഴങ്ങിയാൽ മതി. തെരഞ്ഞെടുപ്പിന്റെ കാഹളം മുഴങ്ങിയാൽ തിരുവനന്തപുരം നഗരസഭ ചരിത്രത്തിൽ ഇന്നേ വരെ കാണാത്ത ത്രികോണ മത്സരത്തിനായിരിക്കും സാക്ഷ്യം വഹിക്കുക. ആ ത്രികോണ മത്സരത്തിൽ എന്ത് വില കൊടുത്തും തിരുവനന്തപുരം നഗരത്തിന്റെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം പിടിക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ. അതിശക്തമായ പ്രവർത്തനം, താഴെത്തട്ടിൽ നിശബ്ദമായ പ്രവർത്തനങ്ങളുമായി കോൺഗ്രസ് പ്രവർത്തകർ മുന്നോട്ട് പോവുകയാണ്. ആ പ്രവർത്തനം വിജയത്തിലെത്തിച്ച് മാത്രമേ ഇനി സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകർക്ക് വിശ്രമമുള്ളൂ.